എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗോതമ്പ് ദോശയാണ്. ഒരു ചേഞ്ച് ആകട്ടെ, രാവിലെ ആണെങ്കിലും ഉച്ച കഴിഞ്ഞ് ചായക്കാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അതിനകത്ത് അല്പം നമുക്ക് തേങ്ങയും ഇച്ചിരി കുറച്ച് ജീരകവും ഇച്ചിരി പഞ്ചസാരയ്ക്ക് പകരം വെല്ലമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഗോതമ്പ് മാവ് ഇച്ചിരി വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും മാത്രമേ ഐറ്റമുള്ളൂ. വേറെ ഇതിനകത്ത് ആവശ്യങ്ങളൊന്നുമില്ല. നമുക്കിത് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഏത് സമയത്തും മധുരം ഉള്ളതുകൊണ്ടും തേങ്ങാപ്പീര ഉള്ളതുകൊണ്ടും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏത് സമയത്തും ഇത് ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് രാവിലെ ഉണ്ടാക്കാൻ നല്ലതാണ്. ഉച്ച കഴിഞ്ഞായാലും 4 മണിക്ക് കാപ്പിക്കാണേലും നമുക്കിത് ഉണ്ടാക്കി കഴിക്കാൻ നല്ലതാണ്. നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ചേർക്കാം. ഇതാണ് മാവ്. ഗോതമ്പ് പൊടി കുറച്ച് വെള്ളത്തിലിട്ട് കലക്കി ലൂസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഒഴിച്ച് നോക്കാം. ഏകദേശം ഒരു വേവായി തുടങ്ങി. അല്പം സെൻറ്ററിൽ ഇച്ചിരി കട്ടിയുണ്ട്, അതുകൊണ്ട് അല്പം ചെറിയൊരു താമസം എടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ചിടാം. അപ്പം നമുക്കിത് മറിച്ചിടാം. ഒരു ഒന്നുകൂടെ വെന്തോട്ടെ. അതിനുശേഷം നമ്മളെടുത്ത തേങ്ങയും പഞ്ചസാരയും അല്പം ജീരകവും കൂടെ ഇത് മൊത്തമായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വെതറിയാൽ മാത്രം മതി. എന്ന് അതിന് ശേഷം അത് മടക്കി വെക്കാം. മടക്കി വെച്ച് ഒന്ന് ആവി കൊള്ളിച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇന്നത്തെ ഗോതമ്പ് ദോശ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിനകത്ത് കൂടുതൽ ചേരുവകളൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏത് സമയത്തും എപ്പോഴും ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് മാവ് മാത്രം ഉണ്ടായാൽ മതി. ബാക്കിയുള്ളതെല്ലാം വീട്ടിൽ ഉള്ളതാണല്ലോ. ഇത് നമുക്ക് നോക്കാം. ഒരു വശത്ത് മാത്രം ഇട്ടാൽ മതി, മുഴുവൻ ഇടേണ്ട ആവശ്യമില്ല. ഇടുമ്പോൾ തന്നെ ഇനി നമുക്കിതിനെ മടക്കിയിടാം. മടക്കിയല്ലോ, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ആവി കയറട്ടെ. ഇനി ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് ഈ സൈഡ് മുഴുവൻ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ലോക്കായി വന്നോളൂ. നമ്മുടെ ഗോതമ്പ് ദോശ ഇവിടെ പൂർണ്ണമായി കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുക, കഴിക്കുക. നല്ല ടേസ്റ്റാണെങ്കിൽ കമൻ്റ് ഇടുക. ഇവിടെ പൂർണ്ണമായി. ഇനി നമുക്കത് സെർവ് ചെയ്യാനുള്ള പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി. അല്പം കൂടെ ഒന്ന് ആവി കയറിക്കോട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതെടുക്കാം.